കുറഞ്ഞ ചെലവിൽ ഓൺലൈനായും ഓഫ്ലൈനായും സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ചെയ്തുകൊണ്ടാണ് അവോധ എന്ന ഒരു സംരംഭം മലയാളികൾക്കിടയിൽ പ്രത്യേകിച്ച് കേരളത്തിലും ഒക്കെ ചർച്ചയായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും എങ്ങനെയാണ് ഇത്തരത്തിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ വളരെ വേഗത്തിൽ പഠിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ അതിന് കഴിയുമോ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങൾ പലരും പറയുന്നുണ്ട്. അതിനുള്ള ഉത്തരമാണ് ഇന്ന് യഥാർത്ഥത്തിൽ അവോധയുടെ സ്ഥാപകനും അതോടൊപ്പം തന്നെ CEO ആയിട്ടുള്ള ജോസഫ് ഇ ജോർജ് നമുക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ അവോധ എന്ന് പറഞ്ഞാൽ? ഞങ്ങൾ അവോധയുടെ പുറകിലൊരു ആശയം പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഷൻ കണ്ടുപിടിക്കാൻ പറ്റണം, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് 40ഓളം കോഴ്സുകളുണ്ട്. നമുക്ക് വിവിധ ഇൻഡസ്ട്രീസ് നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലൊരു കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും. ഇപ്പോൾ ഗെയിം ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ എഞ്ചിനീയറിംഗ് പോലത്തെ കോഴ്സുകൾ കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ നമ്മൾ എല്ലാ കോഴ്സും ഒറ്റ പ്രൈസ് പോയിന്റിലാണ് കൊടുത്തത്. ഇത്രയും നാൾ നമ്മൾ 2800 കൊടുത്തത്. പിന്നീട് നമുക്കൊരു കേന്ദ്ര സർക്കാർ അംഗീകാരം വന്നതിന് ശേഷം ആ സർട്ടിഫിക്കേഷൻ വേറെ 3800 വേറൊരു അമൗണ്ടിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മളൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സിന് വില കൂടിയതുകൊണ്ട് പ്രൈസ് കൂടിയതുകൊണ്ട് ആരും റോങ് ഡിസിഷൻ എടുക്കരുത്. ഇപ്പോൾ പലരും ഉണ്ടോ, ഇപ്പോൾ 2 കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്, ഒരെണ്ണം 5000 ഒരെണ്ണം 10000 ആണെങ്കിൽ 5000ൻ്റെ കോഴ്സ് അല്ലെങ്കിൽ ചീപ്പർ കോഴ്സ് എടുക്കാനുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 40 കോഴ്സസ് ഒരേ പ്രൈസ് പോയിന്റിൽ ഉണ്ടാവണം. വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഷൻ അനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റണം. അവോധയിൽ വേറെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു കോഴ്സ് എടുത്തിട്ട് നമുക്കത് പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ കോഴ്സിൽ നിന്ന് നമുക്ക് വേറെ ഏത് കോഴ്സിലേക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം. പറഞ്ഞ പോലെ ഇതിപ്പം എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ മൊബൈൽ റിപ്പയറിങ് അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ മറ്റൊരു കോഴ്സിന് അത്രയും ചിലവില്ല. എങ്ങനെയാണ് ഒരുപോലെ കൊണ്ടുവരാൻ കഴിയുന്നത്? അത് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. പിന്നെ 2 ഘട്ടങ്ങളുണ്ട് അതിൻ്റെ. ഒന്നെന്ന് പറഞ്ഞാൽ റിലയൻസ് ഓൺ ടെക്നോളജി. നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ സ്റ്റാക്ക്, ഇപ്പോൾ വീഡിയോ കംപ്രഷൻ ആൽഗരിതംസ് ആയിക്കോട്ടെ, നമ്മൾ വീഡിയോ സർവീസ് ചെയ്യുന്ന സ്ട്രീമിംഗ് മെത്തഡോളജീസ്, അതെല്ലാം ഒത്തിരി അധികം നമുക്ക് കോസ്റ്റ് ചുരുക്കാൻ പറ്റും, നമ്മുടെ സെർവർ കോസ്റ്റ് മറ്റു കമ്പനികളെ അപേക്ഷിച്ച്. അപ്പോൾ അവിടെ നമുക്ക് വലിയൊരു സേവിങ്സ് അങ്ങനെ തന്നെ വരാറുണ്ട്. നമ്മൾ വീഡിയോ സ്ട്രീമിങ്ങും സെർവർ കോസ്റ്റിനകത്ത് നമ്മൾ ഓണായിട്ടൊരു ആൽഗരിതമാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരു സ്ട്രോങ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് പാൻ ഇന്ത്യ ലെവലിൽ. ഇപ്പം നമുക്ക് 6 ഭാഷകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് 13ഓളം സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം ഓരോ സെൻറ്റേഴ്സും ഓരോ കോഴ്സും ട്യൂട്ടേഴ്സും അതിൻ്റെ എക്സ്പെൻസ് മാനേജ്മെൻറ്റും നമ്മളൊരു ഫിനാൻഷ്യൽ പ്രൂഡൻസ്, ഓവറോൾ ഒരു ഫിനാൻഷ്യൽ പ്രൂഡൻസ് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇതിനകത്ത്. ഇത് പറയുമ്പോൾ തന്നെ ഒരു വ്യക്തിപരമായൊരു ചോദ്യം, ഇത് ഹിസ്റ്ററി ഡിഗ്രി പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു സംരംഭം തുടങ്ങാനുള്ള ധൈര്യം ഉണ്ടാവുന്ന എങ്ങനെയാണ്? ഞാൻ ആക്ച്വലി കോളേജിലായിരുന്ന സമയത്ത് UC കോളേജിലാണ് പഠിച്ചത്, യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവയിൽ പഠിച്ചത്. അപ്പോൾ ഞാനൊരു വിദ്യാർത്ഥി സംഘടനയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിദ്യ എഡ്യൂക്കേഷൻ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമ്മൾ രൂപീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പ്രോമിസായിരുന്നു നമ്മൾ കൊടുത്ത് വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ അതിനകത്ത് ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകളും നോട്ട് ബുക്കുകളും നമ്മൾ സ്കാൻ ചെയ്ത് കുട്ടികൾക്ക് അവൈലബിൾ ആക്കും. ഇപ്പോൾ ഈ പരീക്ഷയുടെ തലേദിവസം നമ്മുടെ ഇപ്പോൾ UC കോളേജ് പോലത്തെ ഒരു എയ്ഡഡ് കോളേജിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, എയ്ഡ് മാത്രമല്ല മിക്ക കോളേജുകളുടെ അവസ്ഥ, പരീക്ഷയുടെ തലേദിവസമായിരിക്കും 80% കുട്ടികൾ നോട്ട്സ് തപ്പാൻ തുടങ്ങുന്നത്, നോട്ട്സും ടെക്സ്റ്റ് ബുക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ആദ്യമേ ഒരു ആപ്ലിക്കേഷനകത്ത് അപ്ലോഡ് ചെയ്ത് വെക്കും. അതായിരുന്നു വിദ്യ ആപ്പിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഡിങ് പഠിക്കേണ്ടി വന്നു, ടെക്നിക്കൽ സൈഡ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വന്നു. ആ ഇമ്പ്രൂവ് ചെയ്തതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജാണ് അവോധ. ശരിക്കും അന്ന് നമ്മൾ നോട്ട്സ് ഫ്രീ ആയിട്ട് കൊടുത്തത്. 2 തരത്തിലാണ് നിങ്ങൾ ഈ ലാഭം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പറയുന്നത്. ഒന്ന്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട തുകയിൽ, അതായത് കുറേ കൂടി ലാഭകരമായ തുകയിൽ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുന്നു. മറ്റൊന്ന്, സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൊണ്ട് വലിയ പരിക്കുകളില്ലാതെ ഒരു സ്ഥാപനം, അല്ലെങ്കിൽ വലിയ പരിക്കുകൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾ കുറേ കൂടെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ പോകുന്നതാണോ? ഈ രണ്ടും നടക്കുന്നതാണോ? അതെ, ഇത് രണ്ടും ഈസിയായിട്ട് നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അൺനെസറി എക്സ്പെൻസസ് ഒഴിവാക്കുക. പിന്നെ നമുക്ക് കുട്ടികൾക്ക് ജോലി കിട്ടി കഴിഞ്ഞിട്ടൊരു ഫീസ് ഉണ്ട്. 5000 റുപ്പീസ് വെച്ചൊരു ഫീസ് അടയ്ക്കണം ജോലി കിട്ടി കഴിഞ്ഞിട്ട്. അതിന് ഇൻകം ഷെയറിംഗ് അഗ്രിമെൻറ്റ് മോഡലിൽ നമ്മൾ ചെയ്യണേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു നല്ലൊരു ഇൻകം സ്ട്രീം അതിൽ നിന്ന് വരാറുണ്ട്. കുട്ടികൾ ജോലി കിട്ടി കഴിഞ്ഞിട്ട് അവരുടെ സാലറിയിൽ നിന്ന് പേ ചെയ്യുന്ന ഒരു ഫീസിനകത്ത് നല്ലൊരു ഇൻകം വരുന്നുണ്ട്. പൊതുവിലുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആളുകൾക്കൊരു ആശങ്കയുള്ളത്, എങ്ങനെയാണ് അവോധയിൽ പഠിക്കുന്ന ആളുകൾ, എന്താണ് നിങ്ങളുടെ കരിക്കുലം, അല്ലെങ്കിൽ എന്ത് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്? ഇപ്പം അവോധ പോലത്തെ ഒരു സ്ഥാപനം നമ്മളൊരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് അതൊരു ഭയങ്കര ഡിസ്റപ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ട്രഡീഷണലി ഒരു 20,000-30,000 റുപ്പീസിൽ അവൈലബിൾ ആയ കോഴ്സസ് നമ്മൾ ഇനിഷ്യലി വന്നപ്പോൾ 2500 കൊടുത്തത്. അപ്പോൾ തന്നെ നമുക്കൊരു റെസിസ്റ്റൻസ് വരും. പിന്നെ അത് 2800 ആയി. പിന്നെ അത് ഇപ്പോൾ നമ്മൾ സർട്ടിഫിക്കേഷൻ കോഴ്സ് സെൻട്രൽ ഗവൺമെൻറ് ഒരു NSTC എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ കോഴ്സും കൂടി ആകുമ്പോൾ 3800 ആയി. ഇപ്പോഴും നമ്മൾ 2800 എന്നുള്ള പ്രോഡക്റ്റ് അവൈലബിൾ ആണ്, സർട്ടിഫിക്കേഷൻ ഇല്ലാണ്ട്, സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ ഇല്ലാണ്ട്. അങ്ങനെ തന്നെ 3800
പറഞ്ഞ പ്രോഡക്റ്റും വേറെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വേറെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ നിങ്ങൾ കരിക്കുലം ബേസ്ഡ് ആയ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ ആണ്. നമ്മൾ കോൺസ്റ്റൻ്റ്ലി ജോബ് മാർക്കറ്റ് അനലൈസ് ചെയ്യാണ് നമ്മുടെ ഒരു മെത്തഡോളജി. അതായത് ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യം കൂടിയല്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഫോൺ എടുത്തിട്ട് നമ്മൾ ഇപ്പം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലി എന്ത് വേണമെങ്കിൽ ഇപ്പോൾ ഓട്ടോ കാഡിൻ്റെ ജോലിയാണെങ്കിൽ ഓട്ടോ കാഡ് ജോബ്സ് ഇൻ കൊച്ചി, ഓട്ടോ കാഡ് ജോബ്സ് ഇൻ ചെന്നൈ, എവിടെയാണെങ്കിലും മുംബൈ, അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരിയധികം ജോബ് വേക്കൻസീസ് വരും. ഈ ജോബ് വേക്കൻസീസ് വന്നതിൻ്റെ ശേഷം നമുക്ക് അതിനകത്ത് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും. നമ്മളൊരു മെത്തഡോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻസ് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യും. അപ്പോൾ ഓരോ ജോലിക്ക് ആവശ്യമുള്ള സ്കിൽസ് എന്താണ്, ടൂൾസ് എന്തൊക്കെ പഠിക്കണം, അത് നമുക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് കിട്ടും. ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ ബേസിസ് ആണ് നമ്മളൊരു കരിക്കുലം ബിൽഡ് ഔട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഒരു സ്ട്രോങ് R&D നടത്തിയതിന് ശേഷമാണ് നമ്മളൊരു കരിക്കുലം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ ഒരു ഫേസിനകത്ത് ഇപ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന നൈപുണ്യശേഷി വികസന മന്ത്രാലയത്തിൻ്റെ ഒരു ഓർഗനൈസേഷനായ NSDCയുടെ അക്രഡിറ്റേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അവിടെ ആകുമ്പോൾ നമുക്ക് QP എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ പാക്കേജ്. അത് 2015 കൊണ്ടുവന്നൊരു കോൺസെപ്റ്റാണ് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് കീഴിൽ. ഓരോ കോഴ്സും ഓരോ ഇൻഡസ്ട്രീനകത്ത് സെറ്റ് നമ്പർ ഓഫ് സ്കിൽസ് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിപ്പിക്കാനായിട്ട്. അതിന് എൻഡിലാണ് നമ്മൾ അവർക്ക് ആ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അപ്പം ആ ഒരു കാര്യം കൂടി, ആ ഒരു മെത്തഡോളജിയും കൂടി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് സർട്ടിഫിക്കേഷൻ സൈഡിൽ സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ആൻറ്റർപ്രണർഷിപ്പിൻ്റെ ഒരു ഓർഗനൈസേഷൻ NSDC സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. ഇപ്പോഴത്തെ സൈഡ് നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഇൻഡസ്ട്രി റെലവൻ്റ് ആയ സ്കിൽസ് തന്നെ നമുക്ക് കുട്ടികളടുത്ത് എത്തിക്കാനും പറ്റുന്നുണ്ട്. ഈ അവോധയിലേക്ക് ആളുകൾ വരാം, അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഫീസിൻ്റെ കുറവാണ്. വേറൊരു കാര്യം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ ആളുകൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു കാരണം പ്ലേസ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ആയിരിക്കും, അല്ലെ ആ തരത്തിൽ എങ്ങനെയാണ് അവോധ അതിനെ ഓഫർ ചെയ്യുന്നത്? നമ്മൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മൾ എന്ത് കഥ പറഞ്ഞാലും, ഇപ്പോൾ ഞാനിപ്പോൾ 2 ഘട്ടത്തിൽ കഥ പറഞ്ഞു. നമ്മൾ കരിക്കുലത്തിൻ്റെ കഥ പറയുന്നുണ്ട്, പിന്നെ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് NSDCയുടെ സ്റ്റോറി പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്റ്റോറി പറയുന്നുണ്ട്, കുറേ സ്റ്റോറീസ് പറയുന്നുണ്ട്. ഇതിനെ കൂട്ടത്തിൽ നമ്മൾ വളരെ പോപ്പുലറായ പ്രോഗ്രാമാണ് JAP, ജോബ് എക്സലറേഷൻ പ്രോഗ്രാം. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്ത് കഥ പറഞ്ഞാലും ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രൂഫ് എന്ന് പറയുന്നത് നമ്മളുടെ പ്ലേസ്മെൻറ്റ്സ് തന്നെയാണ്. സിമിലർലി ഇപ്പോൾ എക്സാം കോച്ചിങ് നടത്തുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രൂഫ് അവരുടെ കുട്ടികൾ എത്ര പേര് പരീക്ഷ ക്ലിയർ ചെയ്തു. ഇപ്പം UPSC ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, അവരെപ്പോഴും അതാണല്ലോ ഫോക്കസ് ചെയ്യണേ. അപ്പം സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സിനെ സംബന്ധിച്ച് എപ്പോഴും ഫോക്കസ് എത്ര പ്ലേസ്മെൻറ്റ്സ് നടന്നു, എവിടെയൊക്കെ നടന്നു, എന്ത് രീതിയിൽ നടന്നു എന്നുള്ളൊരു തോട്ടാണ്. അപ്പോൾ ഇത് ഐ എം എക്സ്ട്രീംലി അവെയർ ഓഫ് ദിസ്. നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഭയങ്കര അവെയറാണ്. ഇതാണ് നമ്മുടെ ടെസ്റ്റ്, അവിടെയാണ് നമ്മൾ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ നമുക്ക് കരിയർ ടോക്സ് തബോധ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് സീരീസ് ഉണ്ട്. അത് വൺ ഓഫ് എ കൈൻഡ് ആണ്. നമ്മൾ വളരെ ശക്തമായിട്ട് പറയണമെന്ന് വെച്ചാൽ കരിയർ ടോക്സ് ഓഫ് അവോധയിൽ നിങ്ങൾക്കുള്ള വിദ്യാർത്ഥികൾ എത്ര പേർക്ക് ജോലി കിട്ടി, അവരുടെ എക്സ്പീരിയൻസസ് എല്ലാം നമുക്ക് വീഡിയോ ഫോർമാറ്റിൽ കാണാൻ പറ്റും. അതിനേക്കാളും കൂടുതൽ കളക്ഷൻ ഓഫ് വീഡിയോസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നു പറയുന്നുണ്ട്. ബിക്കോസ് അത്രയധികം വീഡിയോ കളക്ഷൻ നമുക്ക് കരിയർ ടോക്സ് തബോധയിലുണ്ട്. ഇന്ത്യയിൽ തന്നെ വേറെ ഒരു കമ്പനിക്കും അതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീഡിയോസിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ പോസ്റ്റേഴ്സും ഫോട്ടോഗ്രാഫ്സ് പലപ്പോഴും ഫേക്ക് വരുന്നതിൻ്റെ ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ നമ്മൾ ഡയറക്റ്റ് ജോബ് അഷ്യൂർ ചെയ്യുന്നില്ല. ഇല്ല, ജോബ് അഷ്യൂർ ചെയ്തില്ല. ഇങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ട്. പിന്നെ എന്താ ഒരു ജോബ് അഷ്യൂർ ചെയ്താൽ നമ്മുടെ ഒരു വിദ്യാർത്ഥികൾ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് വരും. നമ്മളുടെ ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഒരു ജോബിലേക്ക് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റിൻ്റെ ഒരു വില്ലിങ്നെസ് ആണ് ആ ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട്. ഇവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഓഫർ ലെറ്റർ നമുക്ക് എത്തിക്കാൻ പറ്റും എന്തായാലും. കാരണം ഓഫേഴ്സ് ഒത്തിരി അധികം വരും, ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്. ഇതിലെപ്പോഴും പ്രോബ്ലം വരുന്നത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയതോളം 2 രീതിയിലായിരിക്കും. ഒന്നെന്ന് പറയുന്നത് ആ പാക്കേജിനോട് സഫിഷ്യൻസി അല്ലാത്ത തോന്നാത്തതും, രണ്ടാമത് ലൊക്കേഷൻ്റെ ഇഷ്യൂ. ഇപ്പം മലപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള മടി, അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വരാനുള്ള മടി. ഇത് കൂടാണ്ട് നമുക്കൊരു 3 മന്ത് ഡ്രോപ്പ് ഓഫ്, 6 മന്ത് ഡ്രോപ്പ് ഓഫ് നമ്മൾ ട്രാക്ക് ചെയ്യാറുണ്ട്. ഇവിടെ ജോബ് ഇപ്പോൾ കരിയർ ടോക്സിൽ കുറേ കുട്ടികൾ ജോബിന് കയറുന്നുണ്ട്, അതിനുശേഷം എത്ര പേര് ഇറങ്ങുന്നുണ്ടെന്ന് കൂടെ നമ്മൾ നോക്കും. കാരണം നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 6-7 മന്ത്സ് അവർ ആ ജോബിൽ വെച്ചാൽ മാത്രമേ നമ്മൾ സക്സസ് ആയിട്ട് നമ്മൾ വിചാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്തൊരു ഡ്രോപ്പ് ഓഫ് റേറ്റും വരും. അത് ഒക്കെ ഈ വ്യക്തികൾ, ഇൻഡിവിജ്വൽ വ്യക്തികൾ വില്ലിങ്നെസ് ആയതുകൊണ്ട് സംഭവിക്കുന്ന ഇഷ്യൂസാണ്. അപ്പോൾ അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുത്തു, അവർ പകുതിയായി, അവർക്കത് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീഷൻ മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ സിസ്റ്റം ഡിറ്റക്ട് ചെയ്യും ഇവർക്ക് ആ കോഴ്സിനോട് ഇൻട്രസ്റ്റ് കുറവാണ്. എഡ്യൂക്കേഷനിൽ ഏറ്റവും വലിയ പ്രശ്നം ഇൻട്രസ്റ്റ് ഇല്ലായ്മയാണ്, നമ്മൾ പഠിക്കുന്ന കോഴ്സിനോട് താല്പര്യമില്ലാത്തത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ഒരു ഔട്ട്റീച്ച് ടീം എന്ന് പറഞ്ഞ ടീമുണ്ട്. ആ 20 മെമ്പേഴ്സോളം വരുന്നൊരു ടീമാണ്. ആ ടീമിൽ നിന്ന് ആൾക്കാർ കുട്ടികളെ വിളിച്ചിട്ട് അവരടുത്ത് സജസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് ഇപ്പോൾ ഈ കോഴ്സ് പറ്റുന്നില്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് 39 വേറെ കോഴ്സ് ഉണ്ട്. ടോട്ടൽ 40 കോഴ്സ് ആകുമ്പോൾ ഒരു കോഴ്സ് എടുത്താൽ 39 വേറെ കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആ കോഴ്സ് പറ്റുന്നെങ്കിൽ കോഴ്സ് സ്വിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറ്റുന്നെങ്കിൽ നിങ്ങൾ എത്തിക്കൽ ഹാക്കിംഗ് നോക്കുക, അത് പറ്റുന്നെങ്കിൽ മൊബൈൽ മെക്കാനിക്സ് നോക്കുക. അങ്ങനെ നമ്മൾ എൻകറേജ് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യും. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അവരവരുടെ ഇൻട്രസ്റ്റിലേക്കാണ് വന്ന് എത്തുന്നത്. അങ്ങനത്തെ കുട്ടികളാണ് ഈ പറയുന്ന പോലെ നല്ല സക്സസ്ഫുൾ ആയിട്ടൊരു ജോബിലേക്ക് പോയും അവിടെ റീറ്റെയിൻ ആവുന്നത്. ഒരു 6 മന്ത്സ്, 1 ഇയർ, 2 ഇയർ ഒക്കെ റീറ്റെയിൻ ആവുന്നത്. ഇപ്പോൾ നമ്മൾ 4+ ഇയേഴ്സ് സ്ഥാപനം നടത്താൻ തുടങ്ങിയിട്ട് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന കോഴ്സ് തന്നെ കുട്ടികൾക്ക് ക്ലിക്ക് ആവണമെന്നില്ല. ഈ അത് പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ നിങ്ങളുടെ USB ആയിരിക്കാം മേ ബി. ഞാൻ ഈ 20 പേരുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ, അതായത് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കോഴ്സിൻ്റെ രീതി? അതായത് ഒരാൾ വരുന്നു,
അയാൾക്ക് ഈ ഒരു ഓൺലൈൻ കോഴ്സ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സ് കൊടുക്കുന്നു, ഈ ഡിറ്റക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാൽ മറ്റൊരു കോഴ്സിലേക്ക് സ്വിച്ച് ചെയ്യുന്നു, ആ തരത്തിലാണോ? അതൊരു സിസ്റ്റമാണ്. നമുക്ക് അതിന്റെ ഒരു റിസൾട്ടാണ് ഈ കരിയർ ടോക്സ് തോന്നുക. ഞാൻ ഇപ്പോൾ പറയുന്നത് ഇന്ത്യയിൽ വേറെ ആർക്കും ഇല്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ വേറെ ആർക്കും ഇല്ലാത്ത പ്രൊസീജിയറും സിസ്റ്റവും നമുക്ക് ഉണ്ടാവണം. അപ്പോഴേ ഇന്ത്യയിൽ വേറെ ആർക്കും ഇല്ലാത്ത റിസൾട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ. അതിന്റെ ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക് അതിനകത്ത്. അപ്പോൾ ഒരു കുട്ടി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവോധയും വേറെ ഏതൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഡിഫറൻസ് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ന കോഴ്സ് ആ കുട്ടിയുടെ തലക്കടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം 40ഓളം കോഴ്സ് ഉണ്ട്. ഇപ്പോൾ വേറൊരു പ്ലാറ്റ്ഫോമിനകത്ത് ചിലപ്പോൾ ഫിനാൻസിൽ മാത്രം കൊടുക്കുന്ന കോഴ്സസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമായിരിക്കും, IT മാത്രമായിരിക്കും. അവോധയുടെ എല്ലാ എക്സിക്യൂട്ടീവ്സിനടുത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാ കോഴ്സിനും ഒരേ റേറ്റാണ്. കുട്ടി ഏത് കോഴ്സ് എടുക്കുന്നത് നമുക്ക് പ്രശ്നമല്ല. 40 കോഴ്സസ് കവർ ചെയ്യുമ്പോൾ അത് എല്ലാ ഇൻഡസ്ട്രീസ് അതിനകത്ത് ഓട്ടോമാറ്റിക്കലി കവർ ആവുന്നുണ്ട്. 40 വ്യത്യസ്ത തരം കോഴ്സുകളാണ്. അപ്പോൾ ഒരു കുട്ടി വരുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്കൊരു കരിയർ അനാലിസിസ് സെഷൻ ഉണ്ട്. ആ വിദ്യാർത്ഥിയുടെ ഈ സ്കില്ലുകളും കഴിവുകളും അവൻ്റെ +1 +2ലുള്ള മാർക്കുകൾ, ഡിഗ്രിയിലുള്ള മാർക്കുകൾ, എല്ലാ കാര്യങ്ങളും എടുത്ത് അനലൈസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്കുണ്ട്. ആ സോഫ്റ്റ്വെയറിനകത്ത് ഈ എല്ലാ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ സിസ്റ്റം തന്നെ 3 കോഴ്സ് ആദ്യം റെക്കമെൻഡ് ചെയ്യും. ഇവൻ്റെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച്. ഇപ്പം ഹ്യൂമാനിറ്റീസ് എടുത്തു, ഹ്യൂമാനിറ്റീസിനകത്ത് ഹിസ്റ്ററിയിൽ കൂടുതൽ മാർക്കുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വരുന്ന റെക്കമെൻഡേഷൻ വേറെ ഉണ്ട്. അപ്പം ഈ റെക്കമെൻഡേഷൻ എല്ലാം ലിങ്ക് ചെയ്തിരിക്കണം ഇതുവരെ ഇവിടെ പഠിച്ചിട്ട് ജോലി കിട്ടിയ കുട്ടികളുടെ ഡാറ്റാബേസും കൂടി നമ്മൾ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സക്സസ് റേറ്റ് ഏകദേശം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ സോഫ്റ്റ്വെയറിനകത്ത് എൻ്റർ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് വരുന്ന 3 റെക്കമെൻഡേഷൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ. എന്നിട്ട് ഈ 3 കോഴ്സിനെ പറ്റി പിന്നെ നമ്മൾ കുട്ടികളുടെ അടുത്ത് കൂടുതൽ കൗൺസിലിംഗ് കൊടുക്കും, കൂടുതൽ സെൻഡ് ചെയ്ത് കൊടുക്കും. ഇതിനകത്ത് കുട്ടി ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് അഡ്മിഷൻ എടുത്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് ട്രാക്കിംഗ് നടത്തുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഒരു 1 സ്റ്റാർ റിവ്യൂ, ഇപ്പോൾ ഞങ്ങൾ റിവ്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊരു കമ്പനിക്ക് 1 സ്റ്റാർ റിവ്യൂ ഉണ്ടാവും. ഞങ്ങളുടെ ഒരു 1 സ്റ്റാർ റിവ്യൂ വരുന്നതെന്ന് വെച്ചാൽ ഇനി നിങ്ങൾ എന്നെ വിളിച്ചു പോകരുത്, എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല, എൻ്റെ നമ്പർ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് 1 സ്റ്റാർ റിവ്യൂ തന്നെ വരുന്നത്. ഒരു കുട്ടി പഠിക്കുന്നില്ല എന്ന് കണ്ടാൽ നിരന്തരം ഇവിടുന്ന് കോളുകൾ പോവുക ചെയ്യുക നമ്മുടെ ഭാഗത്ത് നിന്ന്. ഓട്ടോമാറ്റിക്കലി എല്ലാ സോഫ്റ്റ്വെയർ ഡ്രിവൺ ആണ്, വരുന്ന കോൾ എല്ലാം റെക്കോർഡാണ്. നമുക്ക് ഈ CRMനകത്ത് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ലിങ്ക് വന്നിട്ട് ഒരു കുട്ടിയുടെ കോഴ്സ് പ്രോഗ്രസ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു പിങ് വരിക, നമ്മുടെ ടീമിൽ നിന്ന് കോൾസ് അപ്പോൾ തന്നെ പോകും. അപ്പോൾ കോൾസ് പോയിട്ട് കുട്ടികൾ കുറേ പ്രാവശ്യം ഇനി വിളിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്യും. പക്ഷെ അതുവരെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. 3 മാസത്തെ കോഴ്സുകളാണ് കൂടുതൽ. ഈ 3 മാസം കൊണ്ട് ഒരാളെ കോഴ്സ് പഠിപ്പിച്ച് അയാൾക്ക് ജോലിക്ക് പ്രാപ്തനാവോ? അങ്ങനൊരു സാഹചര്യത്തിലേക്ക് അവരെത്തുമോ? അതാണോ നിങ്ങളുടെ ഉറപ്പ്? യെസ്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ നമുക്കൊരു 3 പോയിന്റ്സ് വെച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒട്ടുമിക്ക പ്രൈവറ്റ് കമ്പനി MNC കമ്പനീസിന് ട്രെയിനിങ് പ്രോഗ്രാം നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ഇൻഫോ പാർക്കിൽ തന്നെ EY പോലത്തെ ഒത്തിരിയധികം ഓഡിറ്റിംഗ് ഫേംസ് ഉണ്ട്. അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം വരുന്നത് ആകെപ്പാട് 2 or 3 വീക്സ് ആയിരിക്കും അല്ലേ. അവരുടെ ഒരു ഇനിഷ്യൽ ഒരു സ്റ്റാഫ് വരുന്ന കഴിഞ്ഞിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് 2 or 3 വീക്സ് ആണ്. നമ്മളുടെ ഒരു BCom സിലബസ് അല്ലെങ്കിൽ ഒരു BBA സിലബസ് കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടീനെ അവർ എടുക്കുന്ന സമയത്ത് BCom BBA ആയിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ആ കമ്പനിനകത്ത് ചെയ്യണത്. 2 or 3 വീക്സിനകത്തുള്ളിൽ തന്നെ അവർ ആ എല്ലാവിധ ടൂൾസും ടെക്നീക്സും മെത്തേഡ്സും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ വ്യക്തിക്ക്. അതിനുശേഷം ഇമീഡിയറ്റ്ലി ആ വ്യക്തി ജോബിലേക്ക് മൂവ് ചെയ്യാണ്. ഇതിൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷനാണ് അവോധനകത്ത് നടക്കുന്നത്. നമ്മളുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ കരിക്കുലം ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നും എടുക്കത്തില്ല. മറ്റേ ആൾക്കാർ പറഞ്ഞു, ഇവർ പറഞ്ഞു ഒന്നല്ല എടുക്കണേ. നമ്മൾ ജോബ്സ് ഡാറ്റയാണ് ആദ്യം എടുക്കുന്നത്. ഇപ്പം AutoCAD ജോബ്സ് ഇൻ കൊച്ചി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ്സ് ഇൻ കൊച്ചി, അതെടുത്തിട്ട് അതിന് ജോബ് ഡിസ്ക്രിപ്ഷൻ എക്സ്ട്രാക്ട് ചെയ്യുക. അത് നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പം ഒരു PHP ബേസ് സോഫ്റ്റ്വെയർ ആണ്. അതിനകത്ത് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം അതിലുള്ള കീവേഡ്സ് നമ്മൾ മാപ്പ് ചെയ്തെടുക്കും. അതിൻ്റെ ബേസിസിലാണ് കരിക്കുലം ബിൽഡ് ചെയ്യണത്. അങ്ങനെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സിനെ ജോബ് വേക്കൻസി കുറയുന്നുണ്ട് എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഉദാഹരണത്തിന് നമുക്ക് ഫാർമക്കോ വിജിലൻസ് പറഞ്ഞ കോഴ്സ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ സെയിൽസ് ഉള്ളൊരു കോഴ്സാണ് ഫാർമക്കോ വിജിലൻസ്. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പം ഒരു കോവിഡിൻ്റെ ഒരു ഇമ്പാക്റ്റ് കഴിഞ്ഞ സമയത്ത്, കോവിഡ് സമയത്ത് ഭയങ്കര കത്തി നിൽക്കുന്ന ഒരു മേഖലയായിരുന്നു അത്. കോവിഡിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ആൾക്കാരൊന്നും മറക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ മേഖലയുടെ ഇമ്പാക്റ്റ് കുറഞ്ഞു, വേക്കൻസീസ് കുറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ ആ കോഴ്സ് നമ്മുടെ ഒരു കളക്ഷനിൽ നമ്മൾ ഒഫീഷ്യലി ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഡൈനാമിക് അഡീഷനും ഡിലീഷനും ഉണ്ട് കോഴ്സ് ലിസ്റ്റിനകത്ത്. അപ്പം ഇത്ര കാര്യങ്ങളും പ്രൊസീജിയേഴ്സ് ഇതിനെ ബാക്കി കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ കരിയർ ടോക്സ് തോന്നുന്നൊരു റിസൾട്ട് നമുക്ക് വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ പറ്റും. അതുപോലെ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ റിപ്പയറിങ്, അത് ഹാർഡ്വെയർ പരിപാടിയാണ്. അതെങ്ങനെയാണ് ഓൺലൈനായിട്ട് പഠിപ്പിക്കുക? അപ്പം ആളുകൾ വന്ന് പഠിക്കുന്നത് എന്താണെന്നൊരു നെട്ടും മോൾട്ടൊക്കെ വെച്ചുള്ള പരിപാടിയാണല്ലോ. ഇതെങ്ങനെയാണ് ആളുകൾക്ക് മനസ്സിലാവുക ഓൺലൈനായിട്ട് പഠിപ്പിച്ചാൽ? നമുക്ക് ഹാർഡ്വെയർ കോഴ്സസിന് വളരെ സ്ട്രോങ് കളക്ഷൻ ഉണ്ട്. അപ്പം ചില സമയത്ത് ഈ ഹാർഡ്വെയർ മാത്രം നടത്തിക്കൊണ്ട് പോകുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവർ ഈ നെഗറ്റീവ് പറയും, അതായത് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ ഹാർഡ്വെയർ അല്ലേന്ന്. പക്ഷേ അതിന് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ 2 വർഷം സമയത്ത് എല്ലാവരും ഓൺലൈൻ ത്രൂ തന്നെ ഈ സാധനം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഇൻഫാക്ട് MBBS കോഴ്സുകൾ വരെ ഓൺലൈൻ ത്രൂ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു
കോൺസെപ്റ്റ് ഇപ്പം എനിക്ക് MBBS എങ്ങനെ പഠിപ്പിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല, അതിലെനിക്ക് എക്സ്പെർട്ടീസ് ഇല്ല. പക്ഷേ ഹാർഡ്വെയറിൻ്റെ കേസ് നമ്മൾ ചെയ്ത് തിരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു മൊബൈൽ ഫോണാണ്. നമുക്കിപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഒരു ഷൂട്ടിംഗ് റൂമിനകത്ത് കാണാം, നമുക്കൊരു കിറ്റ് ഉണ്ടാവും. അത് ഹൈ പ്രിസിഷൻ ക്യാമറാസ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു 4K ക്വാളിറ്റിയിൽ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ ഈ മൊബൈൽ ഫോണിൻ്റെ പാർട്സിൽ സൂം ഇൻ ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ വീഡിയോ നമ്മൾ ആംഗിൾ വരുന്നത് ആ ഒരു ടേബിളിലേക്ക് മാത്രമായിരിക്കും. ഞങ്ങളുടെ വെബ്സൈറ്റിൽ കുറേ ക്ലാസ്സസ് ഉണ്ട്, നമുക്ക് സാമ്പിൾ ക്ലാസ് ഉണ്ട് എടുത്ത് നോക്കാൻ പറ്റുന്നത്. എന്നിട്ട് നമ്മൾ സോൾഡറിങ് കിറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിനകത്ത് സൂം ഇൻ ചെയ്തിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ വെർബലി ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇതിന് കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതിനൊരു കിറ്റ് വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹാർഡ്വെയർ കോഴ്സസിന് AC മൊബൈൽ മെക്കാനിക് പോലത്തെ ഹാർഡ്വെയർ കോഴ്സസിന് നമ്മളൊരു കിറ്റ് വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ കിറ്റ് വിദ്യാർത്ഥികൾ വീട്ടിലെത്തും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് വീട്ടിലെ കിറ്റ് കിട്ടുമ്പോൾ വീഡിയോ കണ്ടിട്ട് ആ കിറ്റ് എടുത്തിട്ട് കറക്റ്റ് ആ കാര്യങ്ങൾ തന്നെ അവർക്ക് ചെയ്ത് പോവാം. നമ്മൾ ഈ യൂട്യൂബിലൊക്കെ പല സാധനങ്ങളും ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഏകദേശം ആ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ അവർക്ക് കൃത്യമായിട്ട് ഒരു ഫോൺ സ്ക്രീൻ പൊട്ടി, നമ്മുടെ സ്ക്രീൻ റീപ്ലേസ്മെന്റ് വീഡിയോ എടുത്ത് മുമ്പിൽ വെച്ചിട്ട് ആ കിറ്റും അവരുടെ കയ്യിലുണ്ടല്ലോ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് അതെടുത്ത് അവരുടെ കയ്യിൽ ഒരു പൊട്ടിയ ഫോൺ കിട്ടിയാൽ മതി. അതെടുത്ത് നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്താൽ അവർക്ക് ആ കാര്യം പഠിക്കാൻ പറ്റും. കുറേ കൂടെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ജോലിക്കാരെ ഉണ്ടാക്കിയെടുക്കുക, അതിനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അതായിരുന്നു യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാർക്കറ്റായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്? നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, എനിക്കിത് ഇന്നലെ തുടങ്ങിയ ഒരു വിഷൻ അല്ല. ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോൾ തൊട്ട് ഈ എഡ്യൂക്കേഷണൽ പ്രോഡക്ട്സ് ഒന്ന് ഡെമോക്രറ്റൈസ് ചെയ്ത് കൊടുക്കണം, ഏറ്റവും ആക്സസിബിൾ ആയ രീതിയിൽ കൊടുക്കണം എന്നുള്ളൊരു ട്രാക്ക് റെക്കോർഡ് ഓൾറെഡി എനിക്കുണ്ട്. അത് നമ്മൾ ബാക്കിൽ പോയി ഉണ്ടാക്കുന്നതല്ല. അന്ന് 2 ലക്ഷം ഡൗൺലോഡ്സോളം ഉണ്ടായിരുന്നു വിദ്യ എഡ്യൂക്കേഷൻ ആപ്പിന്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത്, ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ്റെ. അപ്പോൾ അതിനകത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു പോളിസി ആയിരുന്നു. എൻ്റെ മെയിനായിട്ടൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷനിലേക്കുള്ള ആക്സസിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ. അതാണ് ഞാൻ പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പം സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് അതിലുണ്ട്. കാരണം ആൾക്കാർക്ക് ഒരു വരുമാനം ബിൽഡപ്പ് ചെയ്യാം. നമ്മളിങ്ങനെ പറയുമല്ലോ, ഒരാൾക്ക് ഒരു മീൻ മേടിച്ച് കൊടുക്കുന്നതാണ് ബെറ്റർ മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നതാണ്. അപ്പം ആ പഠിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് എനിക്ക് തോന്നിയത് സ്കിൽ ഡെവലപ്മെൻറ്റ് മേഖലയിലായിരിക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ ഒരു 40 കോഴ്സസ് ആയി, ഇനി മറ്റു മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പല സ്ഥലങ്ങളിലേക്ക് നിങ്ങളുടെ ഈ സംരംഭത്തെ വ്യാപിപ്പിക്കുന്നുണ്ട്, ഒപ്പം തന്നെ മറ്റു കോഴ്സസ് വരുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു അതിനകത്ത് നമുക്കൊരു ഡെഫിനിറ്റീവ് ആൻസർ ഞാൻ ഒരിക്കലും കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോബ് മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ടാണ് കോഴ്സസ് അഡപ്പ് ആവുന്നത്. അപ്പോൾ നമുക്ക് നാളെ ഏത് കോഴ്സ് വരുമെന്ന് പറയാൻ പറ്റില്ല, ഏത് കോഴ്സ് റിമൂവ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് കുട്ടികൾ ഒത്തിരി ചോദിക്കും, ഈ IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഒരു ട്രെൻഡ്, ഒരു കേൾക്കാനുള്ള നല്ലൊരു വാക്കാണ്. അങ്ങനെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു കോഴ്സ് നമുക്ക് അപ്പ് ചെയ്യണമെന്ന് ഇടയ്ക്ക് ഒരു ആലോചന ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചു പിന്നീട്. കാരണം നമ്മൾ ജോബ് മാർക്കറ്റ് അനലൈസ് ചെയ്ത് നോക്കിയ സമയത്ത് ജോബ് വേക്കൻസീസ് അധികമില്ല. അപ്പോൾ നമ്മൾ ഇത്രയധികം കുട്ടികളെ അഡ്മിഷൻ എടുത്തു വെച്ചിട്ട് നമുക്ക് കാര്യമില്ല, ആ പർട്ടിക്കുലർ കോഴ്സ് അപ്പാക്കിയിട്ടും കാര്യമില്ല. വെറുതെ പഠിക്കാനുള്ള സന്തോഷത്തിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. പക്ഷേ അത്രയധികം തോട്ടുള്ള ആൾക്കാർക്ക് വേറെ പ്ലാറ്റ്ഫോംസും ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ കോഴ്സ് തന്നെ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ നമുക്കവിടെ പ്രത്യേകിച്ചൊരു വാല്യൂ അഡീഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ IoTയും ഇലക്ട്രിക് വെഹിക്കിൾസ് പോലത്തെ കോഴ്സ് അപ്പാക്കിയിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്, നമ്മുടെ ജോബ് മാർക്കറ്റ് നിരീക്ഷിക്കുന്നുണ്ട്. അതിനകത്ത് നല്ല രീതിയിൽ വേക്കൻസീസ് അപ്പായി വരുന്ന കോഴ്സുകളായിരിക്കും നമ്മൾ ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് നമ്മൾ അപ്പാക്കുന്നത്. അങ്ങനെയാണ് പോകുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ, കേരളം ഒഴികെ ഇപ്പം വേറെ സ്ഥലങ്ങളിലും നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടല്ലോ ഓഫീസ്, അങ്ങനെ എവിടേക്കൊക്കെ എത്തിയിട്ടുള്ളത്? ഇപ്പം നമുക്ക് തെലങ്കാന, ബാംഗ്ലൂർ, ഹൈദരാബാദ്, സിലിഗുരി, ന്യൂഡൽഹി, മുംബൈ, അങ്ങനെ പാൻ ഇന്ത്യ ലെവലിൽ നമുക്ക് ടോട്ടൽ 13 ലൊക്കേഷൻസിൽ നമ്മൾ വർക്കിംഗ് ആണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ സാറ്റർഡേ തന്നെ ഞാൻ തെലങ്കാനയിലായിരുന്നു. അവിടെ ഒരു ഗവൺമെൻറ് കോളേജിൽ 3000 വിദ്യാർത്ഥികളാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിലായിട്ട് ചേർന്ന് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഭാഗങ്ങൾ നമുക്ക് നല്ല അക്സെപ്റ്റൻസ് ഉണ്ട്. അവിടെയും മെയിനായിട്ട് മാതൃഭാഷയിൽ പഠിപ്പിക്കുന്ന ആസ്പെക്റ്റാണ് അവർ കൂടുതൽ ചിന്തിക്കുന്നത്. ഇപ്പം നമ്മുടെ പ്രോഡക്റ്റിന് പല ഫാസറ്റ്സ് ഉണ്ടാവും. ഞാനെപ്പോഴും ഉദ്ദേശിച്ചത് പാഷൻ കണ്ടുപിടിക്കാൻ ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഉണ്ടായി വന്നപ്പം നമ്മളിപ്പം ആദ്യം ഇംഗ്ലീഷിലെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലായി പിള്ളേർക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട്. നമുക്ക് കുട്ടികൾക്ക് എഗൈൻ ഇംഗ്ലീഷുകാർക്കൊരു വാക്യമുണ്ട്, നത്തിങ് ഹാസ് ബീൻ ടോട്ട് ഇഫ് നത്തിങ് ഹാസ് ബീൻ ലേൺഡ്. ഞങ്ങൾ ഒന്നും വിദ്യാർത്ഥികൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളൊന്നും പഠിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ പഠിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ മാതൃഭാഷ തുടങ്ങിയത്. അപ്പോൾ തെലങ്കാന, നോർത്ത് ഇന്ത്യ പോലത്തെ സ്ഥലങ്ങളിൽ, തമിഴ്നാട്ടിലൊക്കെ പിന്നെ കർണാടകയിലൊക്കെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഫീച്ചർ മാതൃഭാഷയിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന്. അവരുടെ മാതൃഭാഷയിൽ ഇപ്പോൾ തെലുങ്ക്, കന്നഡ, ഹിന്ദി, തമിഴ് അത്തരത്തിൽ മാതൃഭാഷകൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് അവർക്ക് ഏറ്റവും അട്രാക്റ്റീവ് ഫീച്ചർ. അത് കാരണം തന്നെ കുറേ കുട്ടികൾ അവിടെയും നമുക്ക് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇനിയും കുറേ കൂടി ഉയരങ്ങളിലെത്തട്ടെ. മാതൃഭാഷയിൽ ആളുകളെ ഇത്തരത്തിൽ ജോലി ചെയ്യുന്നതിനുള്ള അവരെ എക്വിപ്ഡ് ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ അവോധ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ കൂടി ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്.